ഗുഡ് ഈവനിംഗ്. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുവാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും ഉള്ള വാർത്താ മണിക്കൂറാണ് ഇനിയുള്ള ഒരു മണിക്കൂർ നേരം. പൊതുജനം കഴുതില്ല സാർ എന്ന പരിപാടി നമ്മൾ തുടങ്ങുകയാണ്. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയാവുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഓരോ വിഷയങ്ങളിലും ഉണ്ടാകും എന്ന ഉറപ്പോടെയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരെയും സമ്മതത്തോടുകൂടി ആരംഭിക്കുന്നു. പൊതുജനം കഴുതില്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നിങ്ങൾക്കറിയുന്നത് പോലെ പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് തത്സമയം ജനകീയ പ്രശ്നങ്ങൾ പങ്കുവെക്കാൻ കഴിയും. ആശങ്കകളും പരാതികളും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കുകയും ചെയ്യും. ഇതാ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നേരിട്ട് വിളിക്കാനുള്ള നമ്പർ ആദ്യം പറയാം: 048428300510. ഈ നമ്പറിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ, അവിടുത്തെ ജനകീയമായ പ്രശ്നങ്ങൾ, അവിടെ ഇടപെടൽ നടത്തേണ്ട വിഷയങ്ങൾ ഇതെല്ലാം തന്നെ നേരിൽ വിളിച്ച് സൂചിപ്പിക്കുകയും ചെയ്യാം. ഇനിയല്ല മറ്റെന്തെങ്കിലും വാർത്ത അത് ദൃശ്യങ്ങൾ സഹിതം നൽകാനാണെങ്കിൽ ഒരു വാട്സാപ്പ് നമ്പർ കൂടിയുണ്ട്. ആ നമ്പർ സ്ക്രീനിൽ കാണാം. അത് 6235968937 എന്നാണ് വാട്സാപ്പ് നമ്പർ. അതിലേക്ക് ദൃശ്യങ്ങളും വാർത്തകളും അയക്കുകയും ചെയ്യാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ മാതൃകാ ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്പസമയം മുൻപാണ് തറക്കല്ലിട്ടത്. കൽപ്പറ്റ ബൈപ്പാസിനടുത്ത് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടറിൽ 7 മാസത്തിനപ്പുറം ദുരന്തബാധിതർക്ക് സ്നേഹവീടുകൾ ഒരുങ്ങും. ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നാണ് പുനരധിവാസം നൽകുന്ന മഹാസന്ദേശമെന്ന് മുഖ്യമന്ത്രി ചടങ്ങിൽ പറയുകയും ചെയ്തു. വയനാട് മാതൃകാ ടൗൺഷിപ്പിന്റെ നിർമ്മാണ ഉദ്ഘാടനം ശിലാഫലക അനാച്ഛാദനം ചെയ്തുകൊണ്ട് കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിക്കുന്നു. ഇത്തരം വീടുകളാണ് ഈ ടൗൺഷിപ്പിന്റെ ഭാഗമായി 1000 ചതുരശ്ര അടി വീതം വിസ്തീർണത്തിൽ നമ്മൾ പണിയുന്നത്. സ്പോൺസർഷിപ്പിനുള്ള അവസരവുമുള്ള ഒരു പോർട്ടൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വേദിയിൽ ലോഞ്ച് ചെയ്യുകയാണ്. പ്രോജക്ടിന്റെ എല്ലാ വിശദാംശങ്ങളും അതുപോലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾക്ക് കൂടി പങ്കെടുക്കാനുള്ള അവസരവും നൽകുന്ന ഒരു സ്പോൺസർഷിപ്പ് പോർട്ടലാണ് ഇത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയിൽ അത് ലോഞ്ച് ചെയ്യുകയാണ്. ജനങ്ങൾ ഒപ്പം നിൽക്കുമെങ്കിൽ ഒന്നും അസാധ്യമല്ല. ഒരു വെല്ലുവിളിയും മറികടക്കാനാവാത്തതല്ല. ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാനാവില്ല. എല്ലാ വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മനസ്സുകളുടെ ഒരുമയും ഐക്യദാർഢ്യവും മനുഷ്യത്വബോധവും കൊണ്ട് നാം എന്തിനേയും അതിജീവിക്കും. അതാണ് ഈ പുനരധിവാസം നൽകുന്ന സന്ദേശം, മഹാസന്ദേശം. ഭരണ പ്രതിപക്ഷാംഗങ്ങളും ഒപ്പം പൗരപ്രമുഖരുമെല്ലാം പങ്കെടുത്ത ചടങ്ങിലാണ് ഈ തറക്കല്ലിടൽ നടന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഈ പുനരധിവാസ പട്ടികയിൽ ചിലരെയൊക്കെ വിട്ടുപോയി എന്ന ആക്ഷേപം ഇതിനോടകം ഉയർന്നു കേൾക്കുന്നുണ്ട്. ആ വിട്ടുപോയവരെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും വയനാട് MP പ്രിയങ്ക ഗാന്ധിയും ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി കൂടി ഈ സ്ഥലം സന്ദർശിച്ചു പോയപ്പോൾ നമ്മൾ കരുതിയത് ഇത് വലിയ ദുരന്തമായി, തീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തപ്പോൾ നമ്മൾ കരുതിയത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ സഹായം ഉണ്ടാകും എന്നാണ്. ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സഹായം ഉണ്ടായില്ല എന്ന കാര്യം സങ്കടകരമാണ്, പ്രതിഷേധാർഹമാണ് എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. Unitedly to press upon the central government to release more funds, to declare it a national tragedy, a disaster. However, none of this has been forthcoming. Despite all our efforts, assistance from the central government side, and despite Modi ji coming here, that assistance has been negligible. എന്തായാലും ഈ പുനരധിവാസ സഹായത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനമാണ് ഈ ചടങ്ങിൽ ഉയർന്നു കേട്ടത്. അതിലിപ്പോൾ പ്രിയങ്ക ഗാന്ധിയും VD സതീശനും ഏത് രീതിയിലാണ് ആ പ്രതികരണം നടത്തിയത് നമ്മൾ കേട്ടുകഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ സുജിത്ത് അയ്യപ്പത്ത് നൽകും വയനാട്ടിൽ നിന്നും. സുജിത്ത്, അങ്ങനെ തറക്കല്ലിടൽ ചടങ്ങ് പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വീട് എപ്പോൾ ഏത് രീതിയിൽ ഒരുങ്ങും എന്നുള്ളതാണ്. അതിന് തടസ്സങ്ങളായി മുന്നിൽ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ എൽസ്റ്റൺ എസ്റ്റേറ്റ് അടക്കം ചില ഹർജികൾ ഹൈക്കോടതിയിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ സർക്കാർ നിലപാട് എന്താണ്? ഏത് രീതിയിലായിരിക്കും, എപ്പോഴായിരിക്കും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുക?
പ്രജിൻ, ആശങ്കകൾ, ആവലാതികൾ, ഒപ്പം തന്നെ അഭ്യൂഹങ്ങൾ ഇതെല്ലാം ഒടുവിലാണ് ഇത്തരത്തിലൊരു തറക്കല്ലിടൽ ചടങ്ങ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി എത്തി തറക്കല്ല് ഇട്ടു. മാതൃകാ ടൗൺഷിപ്പ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. പക്ഷേ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു ടൗൺഷിപ്പ് എന്നുള്ള നിലയിൽ തന്നെയാണ് ഇത് അവതരിപ്പിക്കുന്നത്. റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ, അതായത് 64 ഹെക്ടർ ഭൂമിയാണ് വെസ്റ്റേൺ എസ്റ്റേറ്റിന്റെ ഭാഗമായി ഏറ്റെടുത്തത്. 26 കോടി രൂപയാണ് ഈ എസ്റ്റേറ്റിനായി കോടതിയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. കൂടുതൽ തുക വേണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ വെസ്റ്റേൺ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിൽ പോകുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീകാത്മകമായി ഇത്തരത്തിൽ തറക്കല്ലിടൽ ചടങ്ങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ അത് നടപടിക്രമങ്ങളിൽ പ്രയാസം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ് മന്ത്രി ഉറച്ച് പറയുന്നതും അതുതന്നെയാണ്. കാരണം കോടതി ഇന്നുവരെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാട് തന്നെ ആവർത്തിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചുള്ളത്. ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാണ കരാർ നൽകിയിരിക്കുന്നത്. ഇവിടെ 430ഓളം വീടുകൾ നിർമ്മിക്കുക എന്നുള്ള തരത്തിലുള്ള ആ ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. 402 ഗുണഭോക്താക്കളെ ഇതുവരെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ പേർ പട്ടികയുടെ ഭാഗമാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. കുറേ ആളുകൾ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് പുറത്തും സമാനമായ രീതിയിൽ തന്നെ പുനരധിവാസ നടപടികൾക്കായി വീടുകൾ പണിയുന്നുണ്ട്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പണിയുന്നത്. ഒരുപക്ഷെ ഈ ദുരന്തബാധിതരിൽ ചിലരെങ്കിലും ആ വീടുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ സ്വാഭാവികമായുള്ള ഒഴിവുണ്ടാകും. അങ്ങനെ വരുമ്പോൾ കുറേ കൂടി ആളുകളെ ഇവിടെ പരിഗണിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. എന്തായാലും ഒരേപോലെ കേരളത്തിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒരേ മനസ്സോടുകൂടി സംസാരിക്കുന്ന ഒരു ഇടപെടലാണ് ഉണ്ടായത്. എന്തായാലും ദുരന്തബാധിതരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശ്വാസമാണ്. ഇത്ര കാലമായി ഇത് വൈകുന്നു, പുനരധിവാസ നടപടികൾ വൈകുന്നു എന്നുൾപ്പെടെയുള്ള ആക്ഷേപങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന് നിയമതടസ്സം അടക്കമുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. പലപ്പോഴും നെടുമ്പാല എസ്റ്റേറ്റും വെസ്റ്റേൺ എസ്റ്റേറ്റും കോടതിയെ സമീപിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. എന്തായാലും അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇപ്പോൾ വെസ്റ്റേൺ എസ്റ്റേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട മാതൃകാ ടൗൺഷിപ്പിന് തറക്കല്ലിടൽ ചടങ്ങ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതിൽ മുഖ്യമന്ത്രി പ്രധാനമായും പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിനെ തോൽപ്പിക്കാൻ ഒരു ദുരന്തത്തിനും കഴിയുകയില്ല എന്നുള്ള ശുഭാപ്തി വിശ്വാസം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പല ഘട്ടങ്ങളിലും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഈ ദുരന്തത്തിൽ എന്നുള്ളതാണ്. നാടിൻ്റെ ഐക്യം, ഒരുമ എന്നതുകൊണ്ട് അസാധ്യമായ എന്തിനേയും സാധ്യമാക്കുന്ന നടപടി കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇതൊരു അപൂർവ നിമിഷം തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ദേശീയ അന്തർദേശീയ മാതൃകയിലാകും ടൗൺഷിപ്പ് നിർമ്മിക്കുക. കേന്ദ്രത്തിൽ നിന്ന് ഒരു വലിയ സഹായം പ്രതീക്ഷിച്ചു, പക്ഷേ അതുണ്ടായില്ല എന്നുള്ള നിരാശ കൂടി മുഖ്യമന്ത്രി പങ്കുവയ്ക്കുകയുണ്ടായി. ഈ അസാധാരണ ദേശീയ ദുരന്തം എന്നുള്ള രീതിയിൽ തന്നെ ഉള്ള വലിയൊരു ഇടപെടൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. അതുണ്ടായില്ല. എന്നിട്ടും ഇതിനെ അതിജീവിച്ചുകൊണ്ട് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയുണ്ടായത്. എന്തായാലും ഇത് കേരളത്തിൻ്റെ തനതു മാതൃകയായി ഇത് വിലയിരുത്തപ്പെടും. ഈ മാതൃക ടൗൺഷിപ്പ് ജനം ഒപ്പം നിൽക്കുമെങ്കിൽ ഒന്നും അസാധ്യമല്ല എന്നുള്ളത് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഇതിനെ അതിജീവിക്കും, എല്ലാ തരത്തിലുള്ള ദുരന്തങ്ങളെയും അതിജീവിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പുനരധിവാസം നൽകുന്ന സന്ദേശം, മഹത്തായ സന്ദേശം എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 20 കോടി രൂപ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ നൽകും എന്നുള്ള ആ ഒരു ഓഫർ മുന്നോട്ട് വെച്ചുള്ള ആ കത്ത് മുഖ്യമന്ത്രി ഈ യോഗത്തിൽ വായിച്ചു. എന്തായാലും ഇതിനുശേഷം സംസാരിച്ച പ്രതിപക്ഷ നേതാവ് ഒന്നിച്ചു നിന്നാണ് നാടിൻ്റെ ദുരന്തത്തെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ആവർത്തിച്ചത്. സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുകയാണ് പ്രതിപക്ഷം ചെയ്തിട്ടുള്ളത്. ചെറിയ കുറ്റങ്ങൾക്ക് പിറകെ സൂക്ഷ്മദർശിനിയുമായി ഞങ്ങൾ പോയിട്ടില്ല എന്നുള്ളതും പ്രതിപക്ഷ നേതാവ് ആവർത്തിക്കുന്ന നിലയുണ്ടായി. കേന്ദ്രത്തിനെതിരെയും പ്രതിപക്ഷ നേതാവ് രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. അതിൽ കേന്ദ്രം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഒരു സഹായവും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് സങ്കടകരവും പ്രതിഷേധാർഹവുമാണെന്ന് വി.ഡി. സതീശൻ പറയുകയുണ്ടായി. എന്തായാലും സിദ്ധരാമയ്യയുടെ കത്ത് വായിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചു. അത് രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ 100 വീടുകളും ഈ ടൗൺഷിപ്പിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനം കൂടി വി.ഡി. സതീശൻ നടത്തുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിനുശേഷം പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിച്ചു. അവരും സമാനമായ രീതിയിൽ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലില്ല എന്നുൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസാരിക്കുകയാണുണ്ടായത്. എന്തായാലും നടപടിക്രമങ്ങളിലേക്ക് അതിൻ്റെ ആദ്യ ചുവടുവെപ്പ് എന്നുള്ള നിലയിൽ തന്നെ ഈ പുനരധിവാസത്തിൻ്റെ തറക്കല്ലിടൽ ചടങ്ങിനെ കാണാൻ കഴിയുന്നു. അതിൽ കേരളത്തിൻ്റെ പരിച്ഛേദം എന്നുള്ള നിലയിൽ മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ ഉപനേതാവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തുകൊണ്ടുള്ള സമ്പന്നമായ വേദിയായിരുന്നു. ദുരന്തബാധിതരോട് നമ്മൾ സംസാരിച്ചു. അവരെല്ലാം തന്നെ ഏറെ പ്രതീക്ഷയിലാണ്. പക്ഷേ ഇനിയും പടവെട്ടിക്കുന്നും അതോടൊപ്പം റാട്ടപ്പാടിയും അട്ടമലയും അടക്കമുള്ള ചില പ്രദേശങ്ങളുണ്ട്. ആ പ്രദേശങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ച് ഭയമുണ്ട്. അവിടെ നിന്നും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായ പുനരധിവാസം നൽകാനുള്ള നടപടി, അതായത് ഈ പാക്കേജിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് കൂടി പുനരധിവാസം നൽകാൻ, വീടുകൾ നൽകാനുള്ള നടപടി ഉണ്ടാകണമെന്നുള്ള അഭ്യർത്ഥനയാണ് ദുരന്തബാധിതർ ഒന്നടങ്കം പറയുന്നത്. അവരെ മാറ്റി
നിർത്തരുത് എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അട്ടപ്പാടിയും ഒപ്പം തന്നെ പടവട്ടിക്കുന്നും സ്കൂൾ റോഡിൻ്റെ ചില ഭാഗങ്ങളും വില്ലേജ് റോഡിൻ്റെ ഭാഗങ്ങളും ഉൾപ്പെടെ അട്ടമല അടക്കമുള്ള പ്രദേശങ്ങൾ ഇതിനകത്തേക്ക് വരണം എന്നുള്ള അഭിപ്രായമാണ് ഉന്നയിക്കപ്പെടുന്നത്. എന്തായാലും ആ ഒരു പരിഗണന സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകുന്ന പ്രതീക്ഷയാണ് ദുരന്ത ബാധിതർ പങ്കുവയ്ക്കുന്നത്. പ്രജിൻ. സുജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. ഒരുപാട് പ്രേക്ഷകരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ അബ്രഹാം തോമസ് എന്ന് പറയുന്ന ഒരു പ്രേക്ഷകൻ ഇങ്ങനെ ഇതിൽ കുറിക്കുന്നുണ്ട്. ഈ ടൗൺഷിപ്പിനെ തറക്കല്ലിട്ട് ആഘോഷിച്ചാൽ മാത്രം പോരാ, എത്രയും പെട്ടെന്ന് അവരെ പുനരധിവസിപ്പിക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നു. 7 മാസം സമയമാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ അവിടെ വീടുകൾ ഒരുങ്ങും, അതിന് തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ് സർക്കാർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഷാഫി കൊമ്മേരി ഇങ്ങനെ പറയുന്നു: മഴ പെയ്താൽ ചോർന്നൊലിക്കാത്ത വീട് ഉറപ്പാക്കണം, ആളുകൾക്ക് താമസിക്കാനുള്ളത് ആണ്, കടമ നിർവഹിച്ചു, അങ്ങനെ പോയാൽ മാത്രം പോരാ, തറക്കല്ലിട്ടു, അത് നല്ലത് തന്നെ, അതുപോലെ വീടും എത്രയും പെട്ടെന്ന് ഒരുങ്ങട്ടെ എന്ന് ഷാഫി കൊമ്മേരി പറയുന്നു. ഇതെല്ലാം തന്നെയാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ, നമ്മുടെ ആഗ്രഹം അത് തന്നെയാണ്. അത് എത്രയും പെട്ടെന്ന് അവിടെ ഉണ്ടാകട്ടെ, പുതിയൊരു ജീവിതത്തിലേക്ക് അവർക്ക് പെട്ടെന്ന് തന്നെ കടക്കാൻ കഴിയട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഇത് ആരിഫ് ഹാഷിമി കളത്തൂർ പറയുന്നു: ഈ ലഹരി ഉപയോഗം അത്യന്തം അപകടകരമായ നിലയിൽ വർദ്ധിച്ചിരിക്കുന്നു. പരിഹരിച്ചില്ലെങ്കിൽ പലതും നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഭരണപ്രതിപക്ഷങ്ങൾ രാഷ്ട്രീയം മറന്ന് ഒറ്റക്കെട്ടായി ഈ ദുരന്തത്തെ പ്രതിരോധിക്കണം എന്ന് പറയുന്നു. ഇതേ അഭിപ്രായമാണ് എല്ലാവർക്കും. ഇതിൽ മറ്റൊരു അഭിപ്രായം ആർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിന്റെ വാർത്തകൾക്ക് ഇന്നും അറുതിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പം ഇന്ന് പുറത്തു വന്ന ലഹരി ഉപയോഗത്തിന്റെ അതിഗുരുതരമായ ഒരു സാഹചര്യം നമ്മൾ ഇന്ന് കണ്ടു. അതിൽ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത്. മലപ്പുറം വളാഞ്ചേരിയിൽ നിന്നുമാണ് ആ വാർത്ത വന്നത്. ലഹരി ഉപയോഗത്തിലൂടെ 9 പേർക്ക് അവിടെ HIV ബാധിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ലഹരി ഉപയോഗിക്കാനായി സൂചി പങ്കിട്ടവർക്കാണ് ഈ HIV ബാധിച്ചത്. കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തിയ പരിശോധനയിലാണ് HIV വ്യാപനം കണ്ടെത്തിയിരിക്കുന്നത്. ലഹരി മനുഷ്യനെയും സമൂഹത്തെയും നശിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തന്നെ ഒരു തർക്കവുമില്ല. എന്നാൽ ലഹരി ഇപ്പോൾ HIV കൂടി കാരണമാകുന്നു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. HIV ഹൈറിസ്ക് വിഭാഗങ്ങളിൽ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി നടത്തുന്ന പരിശോധനയുടെ ഭാഗമായി വളാഞ്ചേരി നടത്തിയ പരിശോധനയിലാണ് ആദ്യം ഒരാളിൽ HIV കണ്ടെത്തിയത്. ഇദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 2 മാസത്തിനിടെ 9 പേർക്ക് HIV സ്ഥിരീകരിച്ചു. ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തിയും അതിലൊരു വ്യക്തിയെ കണ്ട് അവരെ കൗൺസിൽ ചെയ്ത് ടെസ്റ്റിങ്ങിന് വിധേയമായപ്പോഴാണ് ഇങ്ങനെ അവർക്ക് HIV പോസിറ്റീവ് വന്ന് കാണുകയും പിന്നീട് അവരിൽ നിന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് ഏകദേശം ഈ കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് ഒരു 10 പേരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നവർ ഒരേ സൂചി തന്നെ വീണ്ടും ഉപയോഗിച്ചതായി കണ്ടെത്തി. HIV ബാധിച്ചവരെല്ലാം ഒരേ സൂചി പങ്കിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. 6 മലയാളികൾക്കും 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുമാണ് HIV സ്ഥിരീകരിച്ചത്. ഇവരുമായി ബന്ധപ്പെട്ടവരെയും കണ്ടെത്തി പരിശോധന നടത്താനാണ് ആരോഗ്യവകുപ്പ് തീരുമാനം. ജില്ലയിൽ മറ്റുള്ള ഇടങ്ങളിലും സമാനമായ രീതിയിൽ ലഹരി ഉപയോഗിച്ച് HIV കാരണമായിട്ടുണ്ടോ എന്നതാണ് ആശങ്ക. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ലഹരി ഉപയോഗിക്കുന്നവരെ, ഇത് നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. നിങ്ങൾ നശിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ മാത്രമല്ല, HIV പകർന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൂടി നിങ്ങൾ നശിപ്പിക്കുകയാണ്. തിരൂരിൽ നിന്നും സമീർ ബിൻ കരീം, 24. പൊതുജനം കഴുതയല്ല സാർ. ലഹരി ഉപയോഗത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ദൂഷ്യവശമാണ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ രീതിയിലുള്ള വാർത്തകൾ ഇനി സംഭവിക്കാതിരിക്കട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം. ഒരുപാട് പ്രേക്ഷകർ അതുമായി ബന്ധപ്പെട്ട കമന്റുകൾ നൽകുന്നുമുണ്ട്. ഇനി ഇന്ന് പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഗൂണ്ടാ നേതാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് രൂപീകരിച്ചിരിക്കുകയാണ്. കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിൽ 18-അംഗ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുക. 24 എക്സ്ക്ലൂസീവായി ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അരുൺരാജ് കൊല്ലത്തുനിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, സിനിമയിലൊക്കെ കാണുന്നത് പോലെയാണ് ഈ ഗൂണ്ടാപ്പക, അത് എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെയുള്ള കാര്യം നമ്മൾ അറിഞ്ഞതാണ്. തോട്ട എറിഞ്ഞ് വീട് തകർക്കുന്നു, വാതിൽ തകർക്കുന്നു, അതിനകത്ത് കയറുന്നു, വെട്ടിക്കൊലപ്പെടുത്തുന്നു. അങ്ങനെ ഗൂണ്ടാപ്പക കഴിഞ്ഞ കുറേ നാളുകളായി ഉള്ളതിൻ്റെ ഒരു പ്രതികരണമാണ് ഇന്ന് നമ്മൾ കണ്ടത്, കഴിഞ്ഞ രാത്രിയിൽ കണ്ടത്. അപ്പോൾ അതിൽ കേസ് ഏത് രീതിയിലായിരിക്കും അന്വേഷിക്കുക? ആരൊക്കെയാണ് ഈ ടീമിലുള്ളത് അരുൺ? പ്രജിൻ, അല്പസമയം മുമ്പാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ ഒരു കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ കുറിപ്പിൽ പ്രധാനമായും പറയുന്നത് കരുനാഗപ്പള്ളിയിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തുടരന്വേഷണവും അടക്കമുള്ള കാര്യങ്ങൾ കരുനാഗപ്പള്ളി ASP അഞ്ജലി ഭാവനയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കുമെന്നുള്ളതാണ്. 18-അംഗ സംഘത്തെയാണ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ളത്. 3 ഇൻസ്പെക്ടർമാരും 4 SIമാരും അടങ്ങുന്ന ഈ സംഘത്തിൽ ടെലികമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ ഉദ്യോഗസ്ഥരടക്കം ഈ അന്വേഷണ സംഘത്തിന്റെ ഭാഗമാകും. പ്രധാനമായും കഴിഞ്ഞ ഇത്രയും മണിക്കൂറുകളായി പ്രതികളെ
കണ്ടെത്താൻ കഴിയാത്തത് പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേട് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ജില്ലയുടെ മുഴുവൻ സേനാ സംവിധാനത്തെയും ഉപയോഗിച്ചിട്ടും ഈ പ്രതികളെ കിട്ടുന്ന രീതിയിലുള്ള യാതൊരു ലീഡും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച വേഗത്തിലുള്ള അന്വേഷണത്തിലാണ് നിലവിൽ പോലീസ് തയ്യാറെടുക്കുന്നത്. നേരത്തെ തന്നെ പ്രതികൾ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട സാഹചര്യം അടക്കമുള്ളത് പോലീസിന് വലിയ നാണക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രതികളെ കണ്ടെത്തി തിരിച്ചറിഞ്ഞിട്ട് പോലും അവരെ പിടികൂടാൻ കഴിയാതെ പോകുന്നത് പോലീസിന്റെ വീഴ്ചയായി പോലും വ്യാഖ്യാനിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് പ്രത്യേക സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷണത്തിന് ഒരു ത്വരിത വേഗം കൊണ്ടുവരാൻ ഇപ്പോൾ അന്വേഷണ സംഘം പോലീസ് തയ്യാറെടുക്കുന്നത്. അന്വേഷണ സംഘത്തിന്റെ യോഗം ചേർന്ന വിവിധ ടീമുകളായി ഇപ്പോൾ വിവിധ ഭാഗങ്ങളിലേക്ക് ജില്ലയുടെയും ആലപ്പുഴ ജില്ലയുടെയും വിവിധ ഭാഗങ്ങളിലേക്ക് ഈ സംഘം യാത്ര തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. SR അരുൺരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. വെൽക്കം ബാക്ക്. പൊതുജനം കഴുതിയില്ല സാർ എന്ന പരിപാടി തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് പോകുന്നു. കണ്ണൂരിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വെടിയുണ്ടകൾ കണ്ടെത്തി. കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ പരിശോധനയ്ക്കിടെയാണ് ബസ്സിൽ നിന്ന് 150 വെടിയുണ്ടകൾ കണ്ടെത്തിയത്. അതിന്റെ ദൃശ്യങ്ങളിലേക്കാണ്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചെയ്തിട്ടുണ്ട്. അരുൺ, ഇത് കണ്ണൂർ ഇരിട്ടി റൂട്ടിലോടുന്ന ബസ്സാണോ? എന്താണ് സംഭവം? 150 വെടിയുണ്ടകൾ എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ ക്വാണ്ടിറ്റിയാണ്. എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജിത്, ഇത് വൈകിട്ട് 4:30യോടെയാണ് ഈ സംഭവം ഉണ്ടായത്. കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ചാണ് വിരാജപേട്ടയിൽ നിന്ന് ഇരിട്ടി ഭാഗത്തേക്ക് വരികയായിരുന്ന ലക്ഷ്മി എന്ന് പറയുന്ന ബസ്സിൽ നിന്ന് അവിടെ എക്സൈസിന്റെ സംഘം അവിടെ പരിശോധന നടത്തുകയായിരുന്നു. പോലീസ് സംഘവും അവിടെ ഉണ്ടായിരുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഈ ബസ്സിന്റെ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലാണ് ഈ ഈ വെടിയുണ്ടകൾ കണ്ടെത്തിയത്, തിരകൾ കണ്ടെത്തിയത്. അതിനുശേഷം ഇത് പോലീസിനെ കൂടി വിവരം അറിയിച്ചു. ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെയും ജീവനക്കാരെയും മുഴുവൻ ആൾക്കാരെയും പോലീസ് ചോദ്യം ചെയ്തു. പക്ഷേ ഇവരാരും തന്നെ ഇത് തങ്ങളുടേതാണ് എന്ന് സമ്മതിച്ചിട്ടില്ല. പോലീസ് എന്തായാലും അതിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കർണാടക അതിർത്തിയിലുള്ള ആരെങ്കിലും ഈ ബസ്സിൽ അടിയിൽ ഒളിപ്പിച്ച് അത് ഇരിട്ടിയിൽ നിന്ന് ആരെങ്കിലും കളക്ട് ചെയ്യുന്ന രീതിയിൽ അത് കടത്തിയതാണോ എന്ന സംശയവും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും പ്രജിൻ സൂചിപ്പിച്ചതുപോലെ 150 തിരകളാണ് കണ്ടെത്തിയുള്ളത്. അത് വളരെ ഗൗരവത്തിൽ തന്നെയാണ് പോലീസ് കാര്യങ്ങൾ കാണുന്നത്. നോർമലായി നടന്ന എന്തെങ്കിലും വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയല്ല. എക്സൈസിന്റെ സ്ഥിരമായി നടക്കുന്ന പരിശോധനയുടെ ഭാഗമായാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ബസ് ജീവനക്കാർക്കുൾപ്പെടെ ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തി വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ ബസ്സിൽ യാത്ര ചെയ്ത ഇരിട്ടിയിലേക്ക് യാത്ര ചെയ്ത യാത്രക്കാർക്ക് ആരുടേതുമല്ല എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അവരെ വിശദമായി തന്നെ എല്ലാവരെയും പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മറ്റെവിടുന്നെങ്കിലും ഇത് സീറ്റിനടിയിൽ ഒളിപ്പിച്ച് ഇരിട്ടിയിലേക്ക് കടത്തിയതാണോ, ഇരിട്ടിയിൽ ആരെങ്കിലും ഇത് എടുക്കാൻ കാത്തിരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും 150 വെടിയുണ്ടകൾ എന്ന് പറയുമ്പോൾ അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള വിഷയം തന്നെയാണ്. യാത്രക്കാരുടെ ആരുടെയും അല്ല, ആ ബസ്സിലെ യാത്രക്കാരുടെ ആരുടെയും അല്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് ആരാണ്, എന്തിനാണ് അവിടെ കൊണ്ടുവച്ചത്, അതെവിടത്തേക്ക് കടത്തുകയായിരുന്നു, ഇത്തരം കാര്യങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്നും ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിലെ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളിയെ മർദ്ദിച്ചതിൽ CITU പ്രാദേശിക നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ്. തൊഴിലാളികൾ പണിമുടക്കി പ്രതിഷേധത്തിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി ഉണ്ടായത്. അനധികൃതമായി കെട്ടിയ കൊടിതോരണങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭാ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം എത്തിയ തൊഴിലാളികൾക്ക് മർദ്ദനമേൽക്കുകയായിരുന്നു. നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ പണിമുടക്കി പ്രതിഷേധിച്ചതോടെയാണ് പോലീസ് നഗരസഭാ സെക്രട്ടറിയുടെ പരാതിയിൽ കേസെടുക്കാൻ തയ്യാറായത്. പിന്നാലെ അറസ്റ്റിലേക്കും കടന്നു. CITU പ്രാദേശിക നേതാവ് സക്കീർ അലങ്കാരത്തിനെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇന്നലെ വൈകിട്ടാണ് ശുചീകരണ തൊഴിലാളികളെ നേതാക്കൾ മർദ്ദിച്ചെന്ന പരാതി ഉയർന്നത്. കൊടിയെല്ലാം അടിച്ചു വെച്ച് കഴിഞ്ഞ ഉടനെയാണ് ആരാന്നും പറഞ്ഞുകൊണ്ട് ചീത്തയും വിളിച്ചോണ്ട് വരുന്നത്. നമ്മുടെ സെക്രട്ടറിയെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചിട്ട് വന്നു കഴിഞ്ഞ് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് പറഞ്ഞ് ഇത് കെട്ടിയേ പറ്റുമെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഒരു രക്ഷയില്ല, വരാൻ പറ്റത്തില്ല, ആൾക്കാർ കൂടി വയ്ക്കാൻ വരാൻ പറ്റത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി അത് മൊത്തം കെട്ടി അടിച്ചു എൻ്റെ ഇവിടെ നടത്തിയൊരു പെടലിൽ ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവിടെ ഉള്ളവരെല്ലാം കൂടെ പിരിവെടുത്ത എന്നെ ഇവിടെ കൊണ്ടുവന്നത്.
ഹൈക്കോടതി നിർദ്ദേശം ഉള്ളതിനാലാണ് ടൗൺ സ്ക്വയറിലെ കൊടിതോരണങ്ങൾ നീക്കം ചെയ്യാൻ നഗരസഭാ സെക്രട്ടറി ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയത്. ഇതനുസരിച്ച് സ്ഥലത്തെത്തിയ തൊഴിലാളികളെയാണ് കഴിഞ്ഞ ദിവസം സക്കീർ മർദ്ദിച്ചത്. ശുചീകരണ തൊഴിലാളി എന്ന് പറഞ്ഞാൽ അത് ഈ നാടിന്റെ സ്വത്താണ്. അത് ആദ്യം മനസ്സിലാക്കി വേണം ഞങ്ങളോട് ഇത് പെരുമാറാൻ. അറസ്റ്റ് ചെയ്യുക. ഈ അണ്ണന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ മർദ്ദിച്ച വ്യക്തിക്കെതിരെ കർശനമായ നടപടി ഉണ്ടായേ പറ്റൂ. ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തേ മതിയാവും. അതുവരെ ഞങ്ങൾ സമരം മുമ്പോട്ട് കൊണ്ടുപോകും. ശുചീകരണ തൊഴിലാളികൾക്ക് നേരെയുള്ള അതിക്രമത്തിൽ കർശന നടപടി വേണമെന്നാണ് ജീവനക്കാരുടെ പക്ഷം. അതേസമയം അറസ്റ്റ് രേഖപ്പെടുത്തിയ സക്കീറിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തത്. പ്രതിഷേധങ്ങൾക്കൊടുവിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായത് തൊഴിലാളികളെ സംബന്ധിച്ച് ഭാഗികമായി ആശ്വാസം നൽകുന്ന കാര്യമാണ്. അപ്പോഴും പ്രതിഷേധം ഉയർന്നാൽ മാത്രമേ നടപടിയുണ്ടാകൂ എന്ന പിടിവാശി ഒട്ടും ശരിയല്ല. ഇത്തരം ജോലികൾക്ക് ഇറങ്ങുന്ന ജീവനക്കാർക്ക് മതിയായ സുരക്ഷ നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാവണം. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. യെസ്, അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അതിനു മുമ്പ് ജോസ്ഫിൻ ജോസഫ് എന്നൊരു പ്രേക്ഷകൻ ഇങ്ങനെ പറയുന്നു: പ്രജിൻ ബ്രോ, സ്കൂൾ കുട്ടികൾ പോലും ഇപ്പോൾ മദ്യം ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതും സർക്കാർ നിയന്ത്രിക്കണം, അതിൽ നിയന്ത്രണം വേണം എന്നൊരു ആവശ്യം ജോസ്ഫിൻ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥികൾ മദ്യക്കുപ്പി വാങ്ങി എന്നുള്ള വാർത്ത അതിന്ന് പുറത്തു വന്നിരുന്നു. അതിന് ഞെട്ടൽ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികൾക്കിടയിലൊക്കെ കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരു പക്ഷേ എന്തായിരിക്കാം? അവർ വളർന്നുന്ന സാഹചര്യം, ഒന്ന് വീട്, ഒപ്പം തന്നെ അവർക്ക് ചുറ്റുമുള്ള ആൾക്കാർ, ഇവരൊക്കെ അവരുടെയൊക്കെ സ്വഭാവങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ, അതെല്ലാം കുട്ടികളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഘടകം തന്നെയാണ്. അപ്പോൾ അതെങ്ങനെ കുട്ടികളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത. മറ്റൊരു വാർത്തയിലേക്കാണ്. കുട്ടികൾ എങ്ങനെയൊക്കെയാണ് മാറുന്നത്, അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നൊക്കെ നമ്മൾ ഓരോ ദിവസവും കണ്ട് മനസ്സിലാക്കി ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ്. മലപ്പുറത്തുനിന്ന് വന്ന വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. മലപ്പുറം താഴേക്കോട് സ്കൂളിലെ കത്തിക്കുത്തിൽ വീണ്ടും പ്രകോപനപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റുമായി വിദ്യാർത്ഥികൾ വീണ്ടും രംഗത്തെത്തി. ഇൻസ്റ്റഗ്രാം പേജിലാണ് ഈ പോസ്റ്റ് ഇട്ടത്. പൊട്ടിത്തെറിക്കായി കാത്തിരിക്കുന്നു എന്നതടക്കം പോസ്റ്റ് ചെയ്ത 3 വിദ്യാർത്ഥികളുടെ ഫോണുകൾ പോലീസ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇവരുടെ സാമൂഹിക പശ്ചാത്തല റിപ്പോർട്ട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപാകെ സമർപ്പിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തിൽ 3 പേർക്ക് തലയ്ക്ക് കുത്തേൽക്കുക, അങ്ങനെ കേട്ടുകേൾവിയില്ലാത്ത സംഭവമാണ് മലപ്പുറം താഴേക്കോട് സ്കൂളിൽ നടന്നത്. പക്ഷേ അതിലെടുത്ത നടപടികളിലൂടെയൊന്നും വിദ്യാർത്ഥികളുടെ മനോനിലയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പുതിയ സംഭവ വികാസങ്ങൾ സൂചിപ്പിക്കുന്നത്. താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം, SSLC വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞേറ്റുമുട്ടിയത് ഈ മാസം 21-നാണ്. ഇതിൽ ഇംഗ്ലീഷ് മീഡിയത്തിലെ 3 വിദ്യാർത്ഥികൾക്ക് കുത്തേറ്റു. ഒരാള് അതിനോടി, അപ്പോൾ അതിൻ്റെ ഇടയിൽ വീണിയാണ്. അപ്പം അങ്ങനെ കത്തിയോണ്ടൊക്കെ മുമ്പ് അതേമാതിരി കുറെ കാലമായി ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട്. ആക്രമിച്ച 3 വിദ്യാർത്ഥികൾക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇവരെ 13 ദിവസത്തേക്ക് വെള്ളിമാടുകുന്ന് ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റുകയും ചെയ്തു. സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളാണ് ഇൻസ്റ്റാഗ്രാമിൽ ഗ്യാങ് ഉണ്ടാക്കിയത്. കോച്ചേരി എന്നു പേരുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ ഒത്തുചേർന്നാണ് പ്രകോപനപരമായ പോസ്റ്റ് ഇട്ടത്. വി ആർ നോട്ട് ഡെഡ് എന്നും പൊട്ടിത്തെറിക്കായി കാത്തിരിക്കുന്നു എന്നുമായിരുന്നു പ്രകോപനപരമായ മെസ്സേജുകൾ. SSLC പരീക്ഷ അവസാനിക്കുന്നതിന്റെ തലേ ദിവസമാണ് പോസ്റ്റ് വന്നത്. സൈബർ സെൽ ഇവരുടെ സോഷ്യൽ മീഡിയ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇതേ തുടർന്ന് പോലീസ് ഇടപെടൽ. പോസ്റ്റിട്ട ആളും പേജിന്റെ അഡ്മിനും ഉൾപ്പെടെ 3 പേർക്കെതിരെയാണ് നടപടി. ഇവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുമ്പാകെ സമർപ്പിച്ചു. ഇവരുടെ ഫോണുകൾ പിടിച്ചെടുക്കുകയും രക്ഷിതാക്കളെ വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. 10ാം ക്ലാസ് പരീക്ഷ അവസാനിച്ച ഇന്നലെ വൈകിട്ട് വീണ്ടും സംഘർഷമുണ്ടാക്കാനായിരുന്നു പദ്ധതി എന്നാണ് പോലീസ് വിലയിരുത്തൽ. 21-ന് നടന്ന സംഘർഷത്തിൽ 3 വിദ്യാർത്ഥികൾക്കും തലയ്ക്കാണ് കുത്തേറ്റത്. സ്കൂളിൽ നിന്ന് മുൻപ് സംഘർഷമുണ്ടാക്കിയതിനെ തുടർന്ന് നടപടി നേരിട്ട വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് ആക്രമണം. 2 വിദ്യാർത്ഥികൾ മൂർച്ചയേറിയ ആയുധവുമായാണ് സ്കൂളിലേക്ക് എത്തിയതു തന്നെ. പരിക്കേറ്റ വിദ്യാർത്ഥികളുടെ ചികിത്സ നടക്കുന്നതിനിടയിലാണ് വീണ്ടും വൈരാഗ്യം മാറാതെയുള്ള കുട്ടികളുടെ പോർവിളി. 9ാം ക്ലാസ് മുതൽ നിലനിൽക്കുന്ന അടിപിടിയും തർക്കവും പകയുമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. അതിലൊന്നും അടങ്ങാതെ വീണ്ടും ഒത്തുചേരാനായിരുന്നു പദ്ധതി. പോലീസിന്റെ ഇടപെടൽ വലിയൊരു അനിഷ്ട സംഭവം ഒഴിവാക്കി എന്ന് പറയാം. വിദ്യാർത്ഥികളുടെ മനോനില മാറ്റേണ്ടതുണ്ട് കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് നേരത്തെ പറഞ്ഞപ്പോൾ ഒരുപാട് കമൻറ്റുകൾ അതുപോലെ വരുന്നുണ്ട്. നമ്മുടെ കുട്ടികളും പലതും സീരിയലും സിനിമയൊക്കെ കാണുന്നവരാണ് എന്ന് പറയുന്നുണ്ട്. ഒരു പരിധിവരെയൊക്കെ നമുക്കറിയാം ഇവരെ സാങ്കേതികവിദ്യ അത്രത്തോളം വളർന്നൊരു കാലഘട്ടത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് അവരാണ് ഏറ്റവും കൂടുതൽ ഈ ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. നമുക്ക് അവരെ നിന്ന് മാറ്റി നിർത്താൻ കഴിയുന്നതുമല്ല.
ഒരു പരിധിവരെ ഒരു പ്രായം വരെയൊക്കെ നമുക്ക് ചൈൽഡ് റെസ്ട്രിക്ഷൻസും ചൈൽഡ് ലോക്കൊക്കെ വെച്ച് എന്ത് കാണണം കുട്ടികൾ എന്നൊക്കെ നമ്മൾ മുതിർന്നവർക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്കൊക്കെ അധ്യാപകർക്കൊക്കെ നിയന്ത്രിക്കാൻ കഴിയും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എപ്പോഴെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് കോണ്ടന്റ് അല്ലെങ്കിൽ അത് ഇപ്പോൾ ഈവൻ ഒരു വയലൻസ് ആവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കണ്ടന്റ് ഒക്കെ അവരുടെ ഫോണിലേക്ക് ഇതുവഴിയൊക്കെ വരാം, ഇന്റർനെറ്റ് വഴി വരാം. പക്ഷെ അതിൻ്റെ വലയിൽ പെട്ടുപോകാതെ അതിൽ സ്വാധീനപ്പെട്ടു പോകാതിരിക്കാനുള്ള നിയന്ത്രണം ബോധ്യം അല്ലെങ്കിൽ അത്തരമൊരു ബോധ്യം കുട്ടികൾക്കുണ്ടാകണം. അത് ഉണ്ടാക്കേണ്ടത് നമ്മൾ വീട്ടുകാരാണ്, വീട്ടിലുള്ളവരാണ്, മാതാപിതാക്കളാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അധ്യാപകരാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒപ്പം മറ്റ് സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും സമൂഹത്തിനും എല്ലാം അതിന് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരുപാട് കമന്റുകളുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്നുണ്ട്. കുട്ടികൾക്ക് നല്ല ശിക്ഷ കൊടുത്ത് കാണിച്ചു കൊടുക്കണമെന്ന് തോമസ് മാത്യു പറയുന്നുണ്ട്. വഴിനീള ലഹരിക്കെതിരെ പ്രചാരണം നടത്തിയോ, പക്ഷേ കുഴപ്പമില്ല, സ്കൂൾ സിലബസിൽ ലഹരി ബോധവൽക്കരണം ഉൾപ്പെടുത്തുക എന്ന് പ്രദീപ് കുമാർ എന്ന് പറയുന്ന മറ്റൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമന്റുകൾ വരുന്നുമുണ്ട്. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് പോയ ശേഷം മറ്റ് കമന്റുകളിലേക്ക് വരാം. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രമായ പൈതൽ മലയിൽ പോകുന്നവർക്ക് പ്രകൃതി ഭംഗിക്കൊപ്പം സർക്കാർ ചെലവിൽ കോടികൾ ചെലവാക്കി നിർമ്മിച്ച ഒരു സ്മാരകം കൂടി അവിടെ കാണാം. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ കീഴിലുള്ള റിസോർട്ടാണ് വിസ്മൃതി കാത്തു നിൽക്കുന്നത്. സ്വകാര്യ റിസോർട്ട് സംഘങ്ങൾക്ക് വേണ്ടി ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒത്തുകളിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കണ്ണൂർ ജില്ലയിലെ പ്രകൃതി രമണീയമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് പൈതൽ മല. അവിടേക്കാണ് നമ്മൾ ഇന്ന് യാത്ര പോകുന്നത്. അവിടെ താമസിക്കാൻ DTPCയുടെ കീഴിൽ സർക്കാർ ചെലവിൽ നിർമ്മിച്ച നല്ല ഹിൽ വ്യൂ ഉള്ള റിസോർട്ടുമുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ അതും ആസ്വദിച്ചു വരാം. ഇതാണ് പൈതൽ മലയിൽ അവിസ്മരണീയമായ കാഴ്ചാനുഭവം ഒരുക്കുന്ന DTPC റിസോർട്ടിന്റെ പ്രധാന കവാടം. അങ്ങനെ പ്രധാന കവാടം കഴിഞ്ഞാൽ പിന്നീട് റിസോർട്ടിലേക്കുള്ള അഡ്വഞ്ചർ യാത്രയാണ്. കാട് കടന്ന് വേണം മുന്നോട്ട് സഞ്ചരിക്കാൻ. കാടിന് നടുവിലുള്ള മനോഹരമായൊരു റിസോർട്ട് എന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല. അനാസ്ഥയുടെ സ്മൃതി കുടീരമാണ് ഈ കാണുന്ന കെട്ടിടം. ൽ ഉദ്ഘാടനം കഴിഞ്ഞ റിസോർട്ട് 3 കോടി രൂപ നിർമ്മാണ ചെലവ്. നടത്തിപ്പ് ചുമതല ഗൾഫ് മലയാളിയായ വ്യവസായിക്ക്. ആദ്യഘട്ടത്തിൽ നന്നായി പ്രവർത്തിച്ചെങ്കിലും കരാർ അടിസ്ഥാനത്തിൽ ഏറ്റെടുത്തയാൾ DTPCക്ക് പ്രതിമാസ പാട്ടത്തുക നൽകാതെ വന്നതോടെ പ്രശ്നവും തുടങ്ങി. പിന്നീട് നടത്തിപ്പ് കരാർ നിയമവിരുദ്ധമായാണ് ഇയാൾക്ക് നൽകിയതെന്ന പരാതി ഉയർന്നു. പിന്നാലെ വിജിലൻസ് അന്വേഷണവും. ഒടുവിൽ 2020 സ്ഥാപനം പൂർണ്ണമായി അടച്ചുപൂട്ടി. 30-ലേറെ സ്വകാര്യ റിസോർട്ടുകളുണ്ട് പൈതൽ മലയിൽ. ഇവർക്കായി നടന്ന തിരിമറിയാണെന്നും ആക്ഷേപമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ പ്രതീക്ഷയോടുകൂടി DTPCയും ടൂറിസം വകുപ്പും കോടിക്കണക്കിന് രൂപ അനുവദിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കിയത്. പിന്നീട് അത് DTPC ടെൻഡർ ചെയ്ത് സ്വകാര്യ വ്യക്തിക്ക് നടത്തിപ്പിന് വേണ്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല നിലയിൽ ഈ സ്ഥാപനം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇവിടെയുള്ള സഞ്ചാരികൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ ഇവിടെ വന്ന് താമസിക്കാനും ഈ പൈതൽ മലയുടെയും പരിസര പ്രദേശങ്ങളുടെയും സൗന്ദര്യങ്ങളെല്ലാം ആസ്വദിച്ച് മടങ്ങിപ്പോകാനെല്ലാം നല്ല ഒരു സ്ഥലമായിരുന്നു ഇത്. പൈതൽ മലയെ സംബന്ധിച്ച് ഇത്രയും വ്യൂവും അതുപോലെ തന്നെ ഇത്രയും താമസിക്കാൻ സൗകര്യപ്രദമായിട്ടുള്ള ഒരു റിസോർട്ട് വേറെയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിവിടെ നല്ല നിലയിൽ നിലനിൽക്കുമ്പോൾ ആളുകൾ ഇവിടെ വരും. അപ്പോൾ സ്വകാര്യ റിസോർട്ട് മുതലാളിമാർക്ക് അത് ക്ഷീണം സംഭവിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചില ആളുകൾ ഇതിൻ്റെ പിന്നിൽ നല്ല നിലയിൽ ഇടപെട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനിയും ഇവിടുത്തെ ജനങ്ങളുടെയും മൊത്തത്തിലെ ആളുകളുടെ എല്ലാ ആവശ്യം ഇത് KTDC ഇത് നവീകരിച്ച് നേരിട്ട് നടത്തി ഇത് ഏറ്റവും നല്ലൊരു സ്ഥാപനമാക്കി മാറ്റിയെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ കയറാൻ പോകുന്നത് റിസോർട്ടിൽ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുള്ള ആഡംബരം നിറഞ്ഞ മുറിയിലേക്കാണ്. പൈതൽ മലയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ ലഭിക്കുന്ന റിസോർട്ടാണിത്. കൃത്യമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ സഞ്ചാരികൾ തേടിയെത്തിയേനെ. സ്വകാര്യ റിസോർട്ട് ലോബികൾക്ക് വേണ്ടി
എന്തിന് ജനങ്ങളുടെ നികുതിപ്പണം ഇങ്ങനെ നശിപ്പിച്ചു? കണ്ണൂരിലെ പൈതൽ മലയിൽ നിന്നും മിഥുൻ ചാത്തോത്തിനും ലിജീഷിനുമൊപ്പം അരുൺ പൂപ്പറമ്പ, 24. പൊതുജനം കഴുതയല്ല സാർ. എന്നാലും പൈതൽമല്ല ഇപ്പോൾ കണ്ണൂരുകാരനായതുകൊണ്ട് തന്നെ അവിടത്തേക്ക് എത്തുന്ന ആൾക്കാരുടെ എണ്ണം എത്രമാത്രം ഉണ്ടെന്ന് നോക്കി എനിക്ക് കൃത്യമായി അറിയാവുന്ന കാര്യമാണ്, ബോധ്യമുള്ള കാര്യമാണ്. ഇപ്പോഴും അവിടെ ഈ രീതിയിൽ ഒരു സ്മാരകമായി ആ കെട്ടിടം അങ്ങനെ നിൽക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് അധികൃതർ അതിലിടപെടുകയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് പൊതുജനം കഴുതയില്ല സാർ എന്ന പരിപാടിയിലൂടെ ഞങ്ങൾക്കും പറയാനുള്ളത്. മറ്റൊരു വാർത്തയിലേക്കാണ്. CMRL എക്സാലോജി കരാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിൽ വിധി നാളെയാണ്. ഗിരീഷ് ബാബു, മാത്യു കുഴൽനാടൻ നൽകിയ റിവിഷൻ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറയാൻ പോകുന്നത്. എസ് ശ്രീകാന്ത് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ടെലിഫോൺ ലൈൻ ചെയ്യുന്നുണ്ട്. ശ്രീകാന്ത്, ഈ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന ദിനമാണ് നാളെ. കാരണം ഇതിൽ ഈ വിജിലൻസ് അന്വേഷണം വേണമോ എന്ന കാര്യത്തിലേക്കുള്ളൊരു വിധി നാളെ ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. വിവരങ്ങൾ പറയും. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ അഴിമതി നിരോധന നിയമം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ റിവിഷൻ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ആ വിഷയത്തിലാണ് അത് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെയാണ് അന്വേഷണ ആവശ്യം ഉയർന്നിട്ടുള്ളതും. അതിനാൽ തന്നെ അത് നാളെ ഈ വിധി വരാൻ പോകുമ്പോൾ അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയം കൂടിയാണ്. ഇതിനോടകം തന്നെ SFIO ആ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അതിനോട് അപ്പീലായി വിജിലൻസിന്റെ അന്വേഷണം സംസ്ഥാനത്ത് വേണം എന്നുള്ളതാണ് മാത്യു കുഴൽനാടന്റെയും ഒപ്പം ഗിരീഷ് ബാബുവും ആവശ്യമുന്നയിച്ചത്. ഇതിൽ ഗിരീഷ് ബാബു മരിച്ചു. പക്ഷേ മാത്യു കുഴൽനാടൻ തന്റെ വാദവുമായി മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. ഇതിൽ നാളെ എന്തായാലും ഹൈക്കോടതി വിധി പറയും. നേരത്തെ തിരുവനന്തപുരം വിജിലൻസ് കോടതി അടക്കം മാത്യു കുഴൽനാടന്റെ ആവശ്യം തള്ളിയതാണ്. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചതുകൊണ്ട് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നതടക്കം ആക്ഷേപം ഉയർന്നതാണ് ഈ ഹർജി. കാത്തിരിക്കാം എന്താണ് കോടതി വിധിയെന്ന്. ശ്രീകാന്ത്, തുടരുക. ഹൈക്കോടതിയിൽ നാളെ പരിഗണിക്കുന്ന മറ്റൊരു കേസ് കൂടി ഉണ്ടല്ലോ. അത് ഈ മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. ആ കമ്മീഷൻ നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകിയിട്ടുണ്ട്. ആ അപ്പീൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നാളെ പരിഗണിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ശ്രീകാന്ത്, അതിന്റെ കൂടി വിശദാംശങ്ങൾ വേണം. കാരണം ഇതൊരു വിരോധാഭാസമാണ്. ഈ കമ്മീഷനെ കുറിച്ച് സർക്കാർ നടത്തിയ സർക്കാരിന്റെ നിലപാട് അതൊക്കെ നേരത്തെ വലിയ വിഷയമായതാണ്, ചർച്ചയായതാണ്. അതിൽ തന്നെ കോടതിയിൽ ഈ രീതിയിൽ ഒരു അപ്പീൽ സർക്കാർ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. വിവരങ്ങൾ. ഡിവിഷൻ ബെഞ്ചിലേക്കാണ് ഈ കേസിൽ സർക്കാർ അപ്പീലുമായി നീങ്ങുന്നത്. കാരണം നേരത്തെ സിംഗിൾ ബെഞ്ച് സർക്കാരിന്റെ ഹർജി തള്ളിയിരുന്നു. സർക്കാരിന് ഇത്തരത്തിൽ കമ്മീഷനെ നിയോഗിക്കാൻ അധികാരമുണ്ടെങ്കിലും വഖഫ് ബോർഡിന്റെ അധികാര പരിധിയിലുള്ള വഖഫ് ട്രൈബ്യൂണൽ പരിഗണിക്കുന്ന ഒരു വിഷയത്തിൽ സർക്കാരിന് കടന്നു കയറി കമ്മീഷനെ നിയോഗിക്കാനാകില്ല എന്നാണ് കഴിഞ്ഞ തവണ സിംഗിൾ ബെഞ്ച് ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇതിനെതിരെ സർക്കാർ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകുന്നു. ഇന്ന് ആ അപ്പീൽ ഫയൽ ചെയ്തിട്ടുണ്ട്. നാളെ അത് കോടതിയുടെ മുൻപാകെ എത്തും എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സിംഗിൾ ബെഞ്ച് ഈ ഹർജി തള്ളിയപ്പോൾ തന്നെ മുനമ്പം സമരസമിതി അടക്കം പറഞ്ഞത് ഇത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ഈ കമ്മീഷനെ നിയോഗിച്ചത്, നിയമസാധുതയില്ലെന്ന് തങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നും അവർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ പൊതുജനം കഴുതയില്ല സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ സമയം പൂർത്തിയാവുകയാണ്. കൂടുതൽ ജനകീയ വിഷയങ്ങളുമായി നാളെ ഇതേ സമയം.